ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ കൊച്ചുകുടിയിൽ ഹോം ഗാർഡൻ. ഇന്ന് നമ്മുടെ വീട്ടിലെ കുറച്ച് സിട്രസ് ഇനത്തിൽപ്പെട്ട ചെടികളും അതിൻ്റെ വിശേഷങ്ങളുമാണ് കാണിക്കുന്നത്. അതായത് നാരകത്തിൻ്റെ ഇനങ്ങളാണ് നമ്മളിന്ന് കാണിക്കുന്നത്. ഇത് ഞാനൊരു 8 മാസം മുമ്പ് നട്ടൊരു ചെറുനാരകത്തിൻ്റെ തൈയാണ്. ഒരു ലെയർ ചെയ്ത തൈയായിരുന്നു. അത് നട്ടൊരു 2-3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ അകത്തേക്ക് പൂവും കായൊക്കെ ഉണ്ടായിരുന്നു. ഇതവിടെ നടണ സമയത്ത് അവിടെ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമായിരുന്നു. പക്ഷേ അതിൻ്റെ അടുത്ത് നിന്ന് വാഴയൊക്കെ വളർന്നു വന്നതോടുകൂടി അവിടെ വെയിൽ കിട്ടാതെയായി. ആ ചെടി അവിടെ അങ്ങനെ നിന്ന് മുരടിച്ചു പോയി. പിന്നെ അത് കാക്കി പൂക്കൊന്നും ചെയ്തില്ല. അപ്പോൾ നമുക്കത് അവിടെ നിന്ന് പറിച്ച് നടാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ 4 സൈഡും നന്നായിട്ടൊന്ന് തൂമ്പ കൊണ്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേര് പൊട്ടാതെ തന്നെ പറിച്ചെടുക്കാം. നമുക്ക് 4 സൈഡിൽ നിന്ന് മണ്ണൊന്ന് മാറ്റിയിട്ട് ആ ചെടിയെ പിടിച്ചൊന്ന് അനക്കി വെക്കുമ്പോൾ നമുക്കറിയാം കേട്ടോ അതിൻ്റെ വേരോട്ടം എന്തോരം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് വേര് പൊട്ടാതെ നമുക്ക് കുറച്ച് ഒന്ന് കിളച്ച് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കത് പറിച്ചെടുക്കാം. വേര് പൊട്ടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, പുതിയ വേരുകളും ഉണ്ടായിക്കോളും. നാരകത്തിന് അങ്ങനെ പെട്ടെന്ന് ഉണങ്ങിപ്പോകുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. ചെറിയ വേരുണ്ടെങ്കിൽ തന്നെ നമുക്കത് പിടിച്ചിട്ടും. ഏതായാലും നമുക്ക് വേരൊന്നും പോകാതെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതൊരു 18 ഇഞ്ചിൻ്റെ ചട്ടിയിലേക്ക് നട്ടു കൊടുക്കുകയാണ്. ചട്ടിയിലിടുമ്പോൾ ഗുണം എന്നാണെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന വളമൊക്കെ ചെടിക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വെയിലുള്ള സ്ഥലത്തേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ചട്ടിയുടെ അടിയിൽ ഭാഗം കരിയിലായിട്ട് കൊടുത്തിട്ടുണ്ട്. കരിയിലിടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് പോട്ട് മിക്സ് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അങ്ങോട്ട് മാറ്റി വയ്ക്കാനൊക്കെ എളുപ്പമുണ്ടാവും. അതുപോലെ നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ മൊത്തം വെള്ളത്തിൽ കൂടെ ഒലിച്ച് പോകാതെ അതിൻ്റെ ഒരു ലെയറായിട്ട് അത് തങ്ങി നിന്നോളും. ഇനി നമ്മൾ തയ്യാറാക്കിയ പോട്ട് മിക്സ് ഫില്ല് ചെയ്ത് നട്ടു കൊടുക്കാം. മണ്ണ്, ചകിരിച്ചോറ്, ചാണകം, വേപ്പിൻ എല്ലുപൊടി എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു പോട്ട് മിക്സാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ നട്ടു വച്ചിട്ടുണ്ട്. ഇനി പുതിയ അപ്ഡേറ്റുകൾ നമുക്ക് വരും വീഡിയോകളിലൊക്കെയും കാണിക്കാം. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതാണ് നമ്മുടെ വീട്ടിലുള്ള വേറൊരു നാരകം, സീഡ്ലെസ് ലെമൺ എന്നൊക്കെ പറയുന്ന ഒടിച്ചുത്തി നാരകം. ഇപ്പോൾ ഒരുവിധം എല്ലാ നഴ്സറികളിലും എൻ്റെ തൈ വാങ്ങിക്കാൻ കിട്ടും. ഒരു തൈ വാങ്ങിച്ച് നല്ല വെയിലുള്ളിടത്തേക്ക് നോക്കുകയാണെങ്കിൽ എപ്പോഴും അതിൻ്റെ അകത്ത് കായകളുണ്ടാവും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. ഒരു കൊലയിൽ 5-6 വീതമൊക്കെ ഉണ്ടാക്കി കിടക്കണം, നല്ല രസമാണ്. ഇത് കുറച്ച് പൊഴിഞ്ഞു പോയി ഒറ്റോറിനൊക്കെ ആയിട്ടുണ്ടാവണമെങ്കിൽ നല്ല വലിപ്പം വയ്ക്കുകയും ചെയ്യും. ഇതിന് ഒടിച്ചുത്തിന്ന് പേര് വരാൻ കാരണം ഇതിൻ്റെ ഒരു ചെറിയ കമ്പ് നട്ടാൽ തന്നെ അത് പിടിച്ച് കിട്ടും. അതുകൊണ്ട് ഇതിൻ്റെ പ്രൊപ്പഗേഷനൊക്കെ വളരെ ഈസിയാണ്. വെയിലുള്ള ഭാഗത്ത് തന്നെ ഇത് വയ്ക്കണം. ഞാൻ നട്ടേക്കണതിൻ്റെ ഒരു സൈഡ് തണലായിട്ടാണ് വന്നത്. അതുകൊണ്ട് ആ സൈഡ് കായ്ക്കണില്ല. ഇപ്പോൾ വെയിലിട്ടുന്ന സൈഡ് മാത്രമാണ് കായ്ക്കണത്. ചില ആളുകൾ ഇതൊരു വേസ്റ്റ് ഫ്രൂട്ടായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ തൊണ്ടിന് നല്ല കട്ടിയാണ്, പിഴിഞ്ഞാൽ നീരൊന്നും കിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ തൊണ്ട് ചെത്തി കളഞ്ഞിട്ട് മിക്സിയിലിട്ട് ഫ്രഷ് ലൈമായിട്ട് അടിച്ചെടുക്കാം. ഇതുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ കുടിക്കണതാണ് നല്ലത്. കുറച്ച് നേരം വച്ചാർന്ന് അതിന് കയ്പ്പായിരിക്കും. പിന്നെ നാരങ്ങ നമുക്ക് അച്ചാറിടാൻ ഉപയോഗിക്കാം. അച്ചാറിടുമ്പോൾ തൊണ്ട് ചെത്തി കളഞ്ഞിട്ടിടണം, അല്ലെങ്കിൽ കയ്പ്പായിരിക്കും. ഇത് നമ്മുടെ വീട്ടിലുള്ള വേറൊരു നാരകമാണ്. ഇതൊരു കറി നാരകമാണ്. ഇതിൻ്റെ പേര് വടുകപ്പുളി എന്നൊക്കെയാണ് പറയണത്. ഇതെങ്ങനെ ഇവിടെ വന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരു 5-8 വർഷം മുമ്പ് ഒരു മൊസമ്പി വാങ്ങിച്ചിട്ടു. അതിൻ്റെ റൂട്ട് പ്ലാന്റ് ഈ കറിനാരകത്തിൻ്റെ ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേ ആ റൂട്ട് പ്ലാന്റിൽ നിന്ന് മുളകൾ വളർന്ന് വലുതായി അതൊരു മരമാവുകയും മൊസമ്പി നശിച്ചു പോവുകയും ചെയ്തു. വർഷത്തിൽ മിക്ക സമയത്തിൻ്റെ അകത്ത് നാരങ്ങ ഉണ്ടാവാറുണ്ട്. ഇപ്പം നാരങ്ങയെല്ലാം തീർന്ന സമയമാണ്. ഞാൻ അതിൻ്റെ കമ്പുകളൊക്കെ ഒന്ന് വെട്ടി കൊടുത്തിട്ട് പുതിയ തളിരുകളൊക്കെ ഉണ്ടായി. ഇനി ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്ക് ഇഷ്ടംപോലെ നാരങ്ങ ഉണ്ടാവും എൻ്റെ അകത്ത്. ഇത് കഴിഞ്ഞ സീസണിൽ വിൽക്കാൻ വേണ്ടി പറിച്ച നാരങ്ങയാണ് കേട്ടോ. അച്ചാറൊക്കെ ഇട്ടാൽ നല്ല പുളിയുള്ള നാരങ്ങയാണിത്. പിന്നെ നമ്മുടെ വീട്ടിലുള്ളതാണ് ഈ ബുഷ് ഓറഞ്ച് ഇപ്പോൾ ഒരുവിധം എല്ലാവരും വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാവും. നഴ്സറിയിൽ നിന്നൊക്കെ നമുക്ക് കായകളുള്ള ചെറിയ തൈകളൊക്കെ വാങ്ങിക്കാൻ കിട്ടും ചെറിയ വിലയ്ക്ക് തന്നെ. ഓറഞ്ച് എന്ന് പറയുമെങ്കിൽ ഇത് നല്ല പുളിയാണ് കേട്ടോ. പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്ന് നമ്മുടെ വീട്ടിൽ നാരങ്ങ ഇതില്ലെങ്കിൽ ഇതൊരു 5-6 പറിച്ച് പിഴിഞ്ഞ് നാരങ്ങകൾ ഉണ്ടാക്കി കൊടുക്കാം നമുക്ക്. നമ്മളൊരിക്കലും അങ്ങനെ ചെയ്തിട്ടുള്ളതുകൊണ്ട് പറഞ്ഞാണ്, അവർക്കത് ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ നമ്മളീ പറഞ്ഞ നാരകങ്ങളൊന്നും നട്ടു വളർത്താൻ വലിയ പാടൊന്നുമില്ല, വലിയ കെയറിങ് ഒന്നും ആവശ്യമില്ല. നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് വളർത്തിയിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ കായകളുണ്ടാവും. നിങ്ങളുടെ വീട്ടിലുള്ള നാരകം കായ്ക്കണില്ലെങ്കിൽ നമ്മൾ വളം വാങ്ങിക്കണ കടയിൽ നിന്ന് 18 എന്ന് പറഞ്ഞാൽ MBK വളം വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിച്ച് അതിൻ്റെ ചോട്ടിൽ നിന്ന് കുറച്ച് മാറ്റി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പൂവും കായൊക്കെ ഉണ്ടാവും. ചട്ടിയിലൊക്കെ ഉള്ളതിന് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ അളവ് കൂടിപ്പോയാൽ മരം ഉണങ്ങിപ്പോവും.